ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथानितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखानिदांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्दा राधा कान्दा नमस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഓം തത്സത്. കഴിഞ്ഞ അക്ഷരബ്രഹ്മയോഗം അല്ലെങ്കിൽ പരമപദപ്രാപ്തി എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായമാണ് നമ്മൾ പഠിച്ചത്, 8-ാം അധ്യായം. അതില് 2 തരം മുക്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ക്രമമുക്തി, അതുപോലെ തന്നെ സദ്യോമുക്തി. ക്രമമുക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി LKG, UKG, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ബിരുദം, ബിരുദാനന്തര ബിരുദം അങ്ങനെ എടുക്കുന്നത്. അതുപോലെ മരണശേഷം ആളുകള് ദേവയാനം എന്ന ഉത്തരായണ ഗതിയിലൂടെയും അല്ലെങ്കിൽ പിതൃയാനമാകുന്ന ആ ദക്ഷിണായന ഗതിയിൽ കൂടെയും പ്രവേശിക്കും. ചിലര് തിരിച്ചു വരില്ല. ദേവയാനത്തിൽ കൂടെ പോകുന്നവര് കുറെ ഉദാഹരണങ്ങളെല്ലാം പറഞ്ഞു. ഉത്തരായണ മാസത്തിൽ മരിക്കുന്നവര്, അതുപോലെ തന്നെ പകൽ വെളിച്ചത്തില്, ഏകാദശി ദിവസം, അതുപോലെ തന്നെ ശുക്ലപക്ഷം, അഗ്നിയില്, അതൊക്കെ. ഇതെല്ലാം സാധാരണ ജനങ്ങളെ കുറിച്ചിട്ടാണ്, ഭഗവാന് ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തന്മാരെ കുറിച്ചിട്ടല്ല. പലരും അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇത്രയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ രാത്രി മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ദക്ഷിണായനത്തിൽ മരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പുകയില് മരിക്കുകയാണെങ്കിലൊക്കെ എന്ത് സംഭവിക്കും പ്രഭുന്ന്? അപ്പൊ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ശ്രീമദ് ഭഗവത്ഗീത പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെ കുറിച്ചിട്ടാണ് അതിലെല്ലാം പറയുന്നത്. അല്ലാതെ ഭഗവാന് ശരണം പ്രാപിച്ചിട്ടുള്ള പരിശുദ്ധ ഭക്തന്മാരെ കുറിച്ചോ മഹാത്മാക്കളെ കുറിച്ചിട്ടല്ല. അത് കേൾക്കണമെങ്കിൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലേക്ക് പ്രവേശിക്കണം. അപ്പൊ അതുകൊണ്ട് ഈ 2 ഗതിയിൽ കൂടെയും, ഉത്തരായണ ഗതിയിൽ കൂടെയും ദക്ഷിണായന ഗതിയിൽ കൂടെയും പോകുന്നവര് ക്രമമുക്തിയായിട്ട് പതുക്കെ പതുക്കെ ആ പരമപദത്തിൽ എത്തിച്ചേരും. എന്നാലോ ഭഗവാന് ശരണം പ്രാപിച്ചവരാകട്ടെ സദ്യോന്മുക്തി, പ്രൈമറി, നേരിട്ടിട്ട് പ്രവേശിക്കും. മരണശേഷം ഉടനെ തന്നെ അവിടെ ഇവിടെ ഒന്നും അലഞ്ഞു തിരിയാതെ നേരിട്ടിട്ട്. ചില കുട്ടികൾ ക്ലാസ്സിൽ പോകുന്ന കണ്ടിട്ടില്ലേ? വീട്ടിൽ നിന്ന് 8 മണിക്കൊക്കെ ഇറങ്ങും, ക്ലാസ്സിൽ 9 മണിക്ക് എത്തുള്ളൂ. അവിടെ എവിടേക്കും പോയി കൂട്ടുകാരുടെ വീട്ടില്, കടകളില് അത് പെറുക്കി ഇത് പെറുക്കി, തീപ്പെട്ടിപ്പടം പെറുക്കി, അല്ല സ്റ്റാമ്പ് കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ പോസ്റ്റർ നോക്കി, അങ്ങനെ. ചില കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് കൊണ്ട് ക്ലാസ്സിലെത്തും. ഇതുപോലെ തന്നെ ഭക്തന്മാരുടെ കാര്യത്തിൽ അങ്ങനെയാണ്. സത്സംഗത്തിന് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങും ചിലപ്പോൾ 7:30-ക്ക്, എത്തുന്നത് 10 മണിക്ക് 10:30-ക്കൊക്കെ ആവും, അല്ലെങ്കിൽ മഹാപ്രസാദത്തിന്റെ സമയത്തൊക്കെ ആയിരിക്കും. കാരണം അവർക്ക് പല ജോലികളുണ്ടാവും. വരണ വഴിക്ക് അവിടെ കയറേണ്ടി വന്നു, ഇവിടെ കയറേണ്ടി വന്നു. പക്ഷെ പരിശുദ്ധ ഭക്തന്മാര്, താല്പര്യമുള്ള ശ്രദ്ധയുള്ള ഭക്തന്മാരാണെങ്കിലോ വേഗം തന്നെ അവിടെ ആ കൃത്യസമയത്തിന് 5 മിനിറ്റ് മുന്നേ തന്നെ അവിടെ എത്തിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് സാധാരണ ജനങ്ങളെ കുറിച്ചും ഭക്തന്മാരെ കുറിച്ചിട്ടും ഭഗവാന് പറയാനുള്ളത്. ഇപ്രകാരം ഈ 2 ഗതികളെയെല്ലാം കുറിച്ച ശേഷം ഭഗവാൻ അവസാനം എങ്ങനെയാണ് പ്രാണനെ ശരീരത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടത്,
അങ്ങനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തിച്ചേരുന്നുമെന്നെല്ലാം പറഞ്ഞ് ആ ഒരു പരമപദത്തെ പ്രാപിക്കേണ്ടത് എങ്ങനെ കുറിച്ചിട്ടെല്ലാം ഒരു ചെറിയൊരു സൂചന നൽകുകയുണ്ടായി. ഭഗവാനും തോന്നി കുറെ നേരമായി ഞാൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു, ഇനി ഇദ്ദേഹം ശ്രേയസിനെയാണ് അഭ്യർത്ഥിച്ചത്. യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യതേ അഹം ശാതിമാം ത്വാം പ്രപന്നം. അപ്പൊ അതുകൊണ്ട് ആ പരമ പ്രധാനമായിട്ടുള്ള ഒരു ജ്ഞാനത്തെ, ബ്രഹ്മജ്ഞാനത്തെ, കേവലജ്ഞാനത്തെ, പരാവിദ്യയെ ഉപദേശിക്കാമെന്ന് വിചാരിച്ചു. യാതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെയും അറിയേണ്ടതില്ലയോ. അങ്ങനെയുള്ള ഉത്തമമായിട്ടുള്ള ജ്ഞാനത്തെ, ബ്രഹ്മജ്ഞാനത്തെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്രകാരം സദ്യോന്മുക്തിയെ കുറിച്ചിട്ടാണ്, അതായത് നേരിട്ട് വൈകുണ്ഠ ലോകത്തില് അല്ലെങ്കിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ജ്ഞാനത്തെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത്. മഹാഭാരതത്തിന്റെ നടുവിലാണ് ഏകദേശം ഈ ഭീഷ്മപർവം വരുന്നത്. ഭീഷ്മപർവത്തിന്റെ നടുവിലാണ് ശ്രീമദ് ഭഗവത്ഗീത വരുന്നത്. ശ്രീമദ് ഭഗവത്ഗീതയുടെ മധ്യത്തിലാകട്ടെ ഈ 9-ാം അധ്യായം. അതുകൊണ്ട് കാതലാണത്. ഒരു വൃക്ഷത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള വളരെ കഠിനമായിട്ടുള്ള ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള ഒരു ഭാഗം ഏതാണ്? കാതൽ. അതുപോലെ മഹാഭാരതത്തിന്റെ കാതലാണ് ശ്രീമദ് ഭഗവത്ഗീത. ശ്രീമദ് ഭഗവത്ഗീതയുടെ കാതലാണ് രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 9-ാം അധ്യായം. 9 പുതിയത്. നവത്തിന് കുറെ അർത്ഥമുണ്ട് അല്ലെ? പുതിയത് 9 പൂർണ്ണസംഖ്യയാണ്, നടുവിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കതിനെ നല്ല പോലെ മനസ്സിലാക്കിയേ തീരൂ. വേറൊരു കാര്യം, പല അധ്യായങ്ങൾക്കും പല പേരുകളാണ് പല ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുക. വേദാന്തികളുടെ ഭാഷയിൽ അർജുന വിഷാദ യോഗം, സാങ്ക്യായോഗം, കർമ്മയോഗം, ജ്ഞാനകർമ്മ സന്യാസയോഗം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വൈഷ്ണവരുടെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദരുടെ അല്ലെങ്കിൽ നമ്മുടെ ഗോസ്വാമിമാരുടെ ഇതിൽ വരുമ്പോ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം, അതുപോലെ തന്നെ ഗീതാ സംഗ്രഹം, കർമ്മയോഗം, കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം, അതീന്ദ്രിയ ജ്ഞാനം, പരമപദപ്രാപ്തി, ഇങ്ങനെയൊക്കെയും കേൾക്കും. ഇതെന്താ ഇങ്ങനെ വരണം ചോദിച്ചു കഴിഞ്ഞാൽ പല ആചാര്യന്മാരും പല പല അധ്യായങ്ങൾക്ക് പല പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ 9-ാം അധ്യായത്തിന്റെ കാര്യത്തിലാകട്ടെ ലോകത്തിലെ സകല ആചാര്യന്മാരും ഒരു പേരാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ രാജവിദ്യ രാജഗുഹ്യമാണ് പറയാൻ പോകുന്നത് അർജുനാന്ന്. അപ്പൊ പിന്നെ ഭഗവാനെ തന്നെ പേരിട്ട് കഴിഞ്ഞു കുട്ടിക്ക്. അതുകൊണ്ട് ഈ അധ്യായത്തിന് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന പേര് ഭഗവാൻ തന്നെ നൽകിയതാണ്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അധ്യായങ്ങൾക്ക് പേരൊന്നുമില്ല. ഭഗവാൻ 1-ാം അധ്യായം കഴിഞ്ഞു, അർജുന 2-ാം അധ്യായം കേട്ടുകൊള്ളുന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. ഏകദേശം നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്തോ അല്ലെങ്കിൽ ഷഡ്ഗോസ്വാമിമാരുടെ കാലത്തോ ജഗന്നാഥദാസ ബാബാജിയുടെ കാലത്തൊന്നും ഈ ഒരു അധ്യായത്തിന്റെ പേര് നിർണയമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ അടുത്ത കാലത്ത്, ചിലപ്പോൾ 200 കൊല്ലം 250 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ ഈ പേരുകളെല്ലാം പറയാനായിട്ട്. ഭഗവത്ഗീത വിദ്യാർത്ഥികൾക്ക് പഠനം സുഗമമാക്കാനായിട്ട് അവർ കൊടുത്തു, അത്രയേ ഉള്ളൂ. എന്നാലും വളരെ നല്ലതാണ്, നമ്മൾ അതിനെ അംഗീകരിക്കണം. ഇപ്രകാരം ആ നേരിട്ടുള്ള പരമപദത്തെ കുറിച്ചിട്ട് പറയാൻ പോകുന്നു. മുക്തികളെ കുറിച്ചിട്ട് കേട്ടിരിക്കും നിങ്ങൾ. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ക്രമമുക്തിയെ കുറിച്ചിട്ട് പഠിച്ചു. ഈ അധ്യായത്തിൽ സദ്യോന്മുക്തി, നേരിട്ടുള്ള പ്രവേശനത്തെ കുറിച്ച്. പിന്നെ സാലോക്യമുക്തി, സാമീപ്യമുക്തി, സാരൂപ്യമുക്തി, സായുജ്യമുക്തി, പിന്നെ പ്രഭുപാദര് ശ്രീമദ് ഭാഗവത്തില് സാഷ്ടിമുക്തി എന്ന് പറഞ്ഞിട്ട് എല്ലാ ഐശ്വര്യങ്ങളോടും കൂടിയിട്ടുള്ള മുക്തിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. അപ്പൊ പലവിധ മുക്തികൾ ഉണ്ടെങ്കിലും 2 തരം മുക്തികളാണ് നമ്മുടെ ജീവിതഗതിയെ നിർണയിക്കുന്നത്. പിന്നെ അവിടെ എത്തിയതിനു ശേഷം കിട്ടുന്ന മറ്റു മുക്തികളാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള 5 മുക്തികള്. അങ്ങനെ ഭഗവാൻ തന്നെ അർജുനന്റെ ചോദ്യത്തിന് ഇട നൽകാതെ ഭഗവാൻ തന്നെ പറയുകയാണ്, അല്ലയോ അർജുന, ഇതം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷസേ അശുഭ. അർജുന, ഞാൻ വളരെ ഒരു രഹസ്യമാണ് നിന്നോട് പറയാൻ പോകുന്നത്. ജ്ഞാനങ്ങളിൽ വെച്ച് രാജകീയമായിട്ടുള്ള ജ്ഞാനം, പവിത്രമാണത്, ഉത്തമമാണത്. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്റെ സകല പാപങ്ങളും നശിക്കുന്നു, സകല അനർത്ഥങ്ങളും നശിക്കുന്നു. എന്നിട്ടോ സകല അശുഭങ്ങളിൽ നിന്നും മുക്തനായിട്ട് നീ മോക്ഷത്തിന് അർഹത നേടുന്നു. ഭഗവാന്റെ പ്രസ്താവന നോക്കൂ. നമ്മൾ എല്ലാവരോടുമാണ് പറയുന്നത്. ഇത് ഗുഹ്യതമമാണ് എന്ന് പറഞ്ഞാൽ രഹസ്യമാണ്, ആരോടും പറയാൻ പാടില്ല. അപ്പോ ചില ആളുകളെല്ലാം അതിനെ തെറ്റിദ്ധരിച്ചു. പ്രത്യേകിച്ച് സവർണ വിഭാഗത്തിലുള്ള ആളുകൾ, ചാതുർവർണ്ണ്യത്തിന്റെ ഗുഹ്യതമമാണ്, പറയാൻ പാടില്ല, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഭഗവാൻ അതല്ല ഉദ്ദേശിച്ചത്. അർത്ഥപത്തി, അമരകോശം തുടങ്ങിയിട്ടുള്ള വൈദിക നിഘണ്ടുകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഗുഹ്യതമം സംരക്ഷിക്കപ്പെടേണ്ടത്, ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ സംരക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് അർത്ഥം.
അല്ലാതെ ഇത് പറയാൻ പാടില്ലാത്ത മറ്റു അശ്ലീലമോ അല്ലെങ്കിൽ ആഭാസമോ അല്ലെങ്കിൽ മറ്റുള്ളവർ കേട്ട് കഴിഞ്ഞാൽ തന്നെക്കാളും വലിയവനാവുമോ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല. ഗുഹ്യതം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സംരക്ഷിക്കപ്പെടേണ്ടത്, ഗുരുശിഷ്യ പരമ്പരയിലൂടെ സംരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ കൂടെ സംരക്ഷിക്കപ്പെടേണ്ടത്. നമ്മുടെ എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളും ഗുഹ്യതമം തന്നെയാണ്, ഗോപ്യമാണ്, അത് രഹസ്യമാണ്. അത് നാട്ടിൽ കൂടെ മൈക്ക് വെച്ച് പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. മറ്റുള്ള വെള്ളം വെള്ളയിട്ടിട്ട് ആൾക്കാര് വരൂ പാപികളെ, ഞങ്ങളുടെ ദൈവപുത്രൻ വന്നിരിക്കുന്നു നിങ്ങളെ സംരക്ഷിക്കാനായിട്ടെന്ന് പറഞ്ഞ് ഒരു റോട്ടിലും നമ്മൾ ഒരിക്കലും ഒരു പ്രഭാഷകൻ അങ്ങനെ ചെയ്യാറില്ല. അത് ഏതെങ്കിലും സപ്താഹവേദിയിലോ അല്ലെങ്കിൽ വേറെ ത്രിദിന യജ്ഞത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സത്സംഗത്തിലോ വന്ന് ആ ഭഗവത്ഗീതയെ ശരണം പ്രാപിച്ചവർക്ക് അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു വിദ്യയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഗുഹ്യതമം എന്ന് പറയുന്നത്. അനസൂയവേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വ്യക്തി ഭഗവത്ഗീത നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ അവൻ അസൂയാരഹിതനായിരിക്കണം. അസൂയ വയ്ക്കുന്ന ആളുകൾക്ക് ശ്രീമദ് ഭഗവത്ഗീതയോ ശ്രീമദ് ഭാഗവതമോ മനസ്സിലാവില്ല. ആദ്യമേ തന്നെ മനസ്സിലാക്കൂ. പ്രഭു 10-15 വർഷമായി, പക്ഷെ ഭഗവത്ഗീത മനസ്സിലാവണില്ല, ഞങ്ങൾക്ക് ഭാഗവതം മനസ്സിലാവണില്ല. കാരണം നിങ്ങളുടെ മനസ്സില്, നിങ്ങളുടെ ഹൃദയത്തില് ആ അസൂയയുടെ ചെറിയൊരു തരി എടുക്കുന്നുണ്ട്. ബാഹ്യമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മൾ ചേഷ്ടകളെല്ലാം ചെയ്യും, ക്രോധം, കാമം, അതെല്ലാം. പക്ഷെ മനസ്സിന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വ്യതിയാനത്തെയാണ്, ആ മനസ്സിന്റെ സങ്കല്പ വികല്പത്തെയാണ് ഇവിടെ അസൂയ എന്ന് പറയുന്നത്. പരോത്കൃഷ്ട പ്രാപ്തോ അസഹിഷ്ണുത, അപരന്റെ മറ്റൊരു വ്യക്തിയുടെ ഉത്കൃഷ്ടത്തിൽ, ഉയർച്ചയില് നമുക്ക് അസഹിഷ്ണുതയുണ്ടാവും. ഗുണേഷു ദോഷാവിഷ്കരണം, ഗുണങ്ങളിലും ആ ഗുണങ്ങളുമുള്ള ഒരു വ്യക്തിയില്, ഗുണവാനിലും നമുക്ക് ചെറിയൊരു ദോഷത്തെ കണ്ടെത്താനായിട്ട്. ആ മാതാജി നല്ലപോലെ കീർത്തനം പാടിയില്ലേ, നല്ലപോലെ ജയരാധ മാധവ് പാടില്ലേ, അവളെ എപ്പോഴാ പഠിച്ചത്, ഞാനൊക്കെ ഇതിനേക്കാളും നന്നായിട്ട് പാടിയിരുന്നു, ഇപ്പൊ എന്റെ ശബ്ദം ശരിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നാ അവളൊക്കെ അത് പാടി തുടങ്ങിയത്, അല്ലെങ്കിൽ ആ പ്രഭു എങ്ങനെയാ ആരതി ചെയ്യണത്, ഞാനാ പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ മറ്റുള്ളവരുടെ ഗുണങ്ങളിൽ എപ്പോഴും ദോഷത്തെ കണ്ടെത്തുക, അംഗീകരിക്കാതിരിക്കുക, എപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു നടക്കുക. എന്ത് പ്രസാദം ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നോട് പറയട്ടെ പ്രഭു, ആദ്യകർത്ത പ്രഭു എന്നെ ഇൻചാർജ് ആക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം എങ്ങനെ പ്രസാദം ഉണ്ടാക്കേണ്ടത്, എങ്ങനെ ആരതി ചെയ്യേണ്ടത്, എങ്ങനെ കീർത്തനം പാടേണ്ടത്. അതിന് പ്രഭുവിന്റെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രമല്ല കൊടുക്കുള്ളൂ, എനിക്ക് തരില്ലല്ലോ. ഇങ്ങനെയൊക്കെയും എപ്പോഴും പറഞ്ഞു നടക്കുന്ന വ്യക്തികൾ. മാത്രമല്ല ഭഗവാനിൽ അസൂയുള്ളവര്, അത് വേറെ. ഗുണവാന്മാരിലും അത് പരിശുദ്ധ ഭക്തന്മാരിലും അത് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഭഗവാനില്, ആ ഭഗവാൻ ജീവിച്ചിരുന്ന കാലത്ത് നാസ്തികന്മാര്, നിരീശ്വരവാദികള്, യുക്തിവാദികള് ഇന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഭഗവാനെ നിന്ദിക്കുന്നു, അസൂയയായിട്ട് കൊണ്ട് നടക്കുന്നു. അവർക്കൊന്നും ഭഗവത്ഗീതയെ കുറിച്ചിട്ടോ ഞാൻ ഈ പറയാൻ പോകുന്ന രാജവിദ്യയെ കുറിച്ചിട്ടോ ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല മോക്ഷസേ അശുഭാത്, ഇത് കേട്ട് കഴിഞ്ഞാൽ നീ അശുഭങ്ങളിൽ നിന്ന്, അല്ല ജന്മമൃത്യു ജരാവ്യാധികളാകുന്ന അശുഭങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, ഇതെല്ലാം അശുഭങ്ങളാണ്. ഇതിൽ നിന്നെല്ലാം മോക്ഷസേ, മധ്യമ പുരുഷ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നീ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തെ പ്രാപിക്കും, ചിലപ്പോൾ പ്രാപിക്കും എന്നല്ല ഭഗവാൻ പറയുന്നത്, നീ മുക്തനാവും, ഉറപ്പാണ്, 100%. 99 അല്ല പറയുന്നത്, ഇവിടെ 100% പറയുന്നത്. നീ മുക്തിയെ പ്രാപിക്കും എന്നല്ല, നീ മുക്തനാവും. മധ്യമ പുരുഷ പ്രയോഗമാണ് മോക്ഷസേ അശുഭാത്. ചില വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ, പിറന്നാൾ പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവര് ചെയ്യുന്നൊരു സമ്പ്രദായം ഈ അടുത്ത കാലത്ത് മാറിയിട്ടുണ്ട്. ഒരു 10-15 വർഷമൊക്കെ മുന്നേ നമ്മള് ബർത്ത്ഡേ കേക്കൊക്കെ വലുത് വാങ്ങും, 2 കിലോ 5 കിലോ, ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ അല്ലെങ്കിൽ ക്രീമാ വാനില എന്തെങ്കിലും വാങ്ങും. എന്നിട്ട് ആ കുട്ടിയുടെ വയസ്സറിയിക്കുന്ന കുറച്ച് മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒറ്റ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെക്കും. എന്നിട്ട് പറയും കുട്ടിയോട് ഹാപ്പി ബർത്ത്ഡേ ടു യു, തു 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 3 തുപ്പ്. ആ എല്ലാ വിളക്കുകളും കെടും. സനാതന ധർമ്മത്തിന്റെ, ആധ്യാത്മിക ധർമ്മത്തില് എവിടെയാണ് വിളക്ക് ഊതികെടുത്തുന്നത് പറയൂ നിങ്ങള്? ആ വെളിച്ചം, വിളക്ക് ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു, ശാന്തിയെ, സമാധാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സിനിമകളിലോ നാടകങ്ങളിലോ ഒക്കെ ഒരു വിളക്ക് കെടുക അശുഭം അല്ലെ? ആ ശുഭമല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് വിളക്ക് കത്തിച്ച് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുന്നവരാണ് നമ്മൾ. അല്ലാതെ വിളക്ക് കെടുത്തിക്കൊണ്ട് അശുഭങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നവരല്ല. ഇനിയെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. ഭഗവത്ഗീത വിദ്യാർത്ഥികളായ നിങ്ങളോട് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം നിങ്ങൾ ഭഗവാന് ശരണം പ്രാപിച്ചവരാണ്, നിങ്ങൾ ഭഗവാന്റെ വക്താക്കളാണ്, സനാതന ധർമ്മത്തിന്റെ ആ പ്രചാരകരാണ് നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഒഴിവാക്കിയിട്ട്
സനാതനധർമ്മത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൽ കൂടെ പോകുക. എന്നിട്ട് വിളക്ക് കെടുത്തിയിട്ട് സകല അനർത്ഥങ്ങളും അശുഭങ്ങളും വരുത്തി വെക്കുന്നു. എന്നിട്ട് ബർത്ത്ഡേക്ക് ശേഷം, പിറന്നാളിന് ശേഷം അവന് സമാധാനമില്ല, അവന് ധനനഷ്ടം, മാനനഷ്ടം, ജീവഹാനി, അപകടങ്ങൾ. എങ്ങനെയുണ്ടാവാതിരിക്കുക? ഇതെല്ലാം ചെയ്തത് നിങ്ങള്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ. കാരണം കർമ്മഫലം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, കർമ്മ ഗോസ്റ്റ് ആയിട്ട്. അത് എപ്പോ വേണമെങ്കിലും വരും. ചിലപ്പോ 1 മണിക്കൂർ കഴിഞ്ഞിട്ടോ, 1 ദിവസം കഴിഞ്ഞിട്ടോ, 1 ആഴ്ച കഴിഞ്ഞിട്ടോ, 1 മാസം കഴിഞ്ഞിട്ടോ. അപ്പോ മോക്ഷസേ അശുഭാത്. പക്ഷെ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ, ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള അശുഭങ്ങളിൽ നിന്ന് വരും. ഇതം ജ്ഞാനം വിജ്ഞാനസഹിതം. ഈ ഒരു ജ്ഞാനത്തെ ഞാൻ വിജ്ഞാനസഹിതമായിട്ടാണ് പറയാൻ പോകുന്നത്, വെറുതെ പറയല്ല. തിയറട്ടിക്കൽ എക്സ്പീരിയൻസ് മാത്രമല്ല, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസോട് കൂടി ഇടും. ജ്ഞാനെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ഇതം ജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാൽ സാധാരണ ഭാഷയിൽ ഭൗതികമായിട്ടുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള ഒരു അറിവ്. വിജ്ഞാനം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സകല വിഷയങ്ങളെയും കുറിച്ചിട്ടുള്ള അറിവ്. പക്ഷെ ഇവിടെ സനാതന ധർമ്മത്തില് അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയുടെ കാഴ്ചപ്പാടില്, വേദഗ്രന്ഥങ്ങളുടെ കാഴ്ചപ്പാടിലാകട്ടെ, ജ്ഞാനമെന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരുവിൽ നിന്നും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ നിന്നും മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരിൽ നിന്നും കിട്ടുന്ന അറിവ്. വിജ്ഞാനസഹിതം. ഈ കേട്ടറിഞ്ഞ അറിവ് നമ്മുടെ ജീവിതത്തിൽ ആചരിച്ച് അനുഷ്ഠിച്ചു വരുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വിശേഷേണ ജ്ഞാനം. അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് നോളജും വിസ്ഡം തമ്മിലുള്ള ബന്ധം. ദ ഡൈജസ്റ്റഡ് നോളജ് ഈസ് നോൺ ആസ് വിസ്ഡം. എപ്രകാരമാണ് നോളജ് അഥവാ ജ്ഞാനം ദഹിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളിലെല്ലാം എത്തി നമ്മൾ സർവശ്രേഷ്ഠനാകുന്നത്, അപ്പോൾ നമുക്ക് വിസ്ഡം ലഭിക്കുന്നു. ഇങ്ങനെ താൻ പറയാൻ പോകുന്ന കാര്യത്തെ വളരെ വിശുദ്ധമായിട്ട് പറയുകയാണ്. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. അർജുന, ഞാൻ ഇനി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു ഭഗവാൻ, 3ലും 4ലും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ കുറച്ചൊന്ന് പോളിഷ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. കാരണം ഭഗവാൻ 4-ാം അധ്യായം ഉപസംഹരിച്ചിട്ടുണ്ട്. അർജുന, ഞാൻ വിവസ്വാനും അതുപോലെ തന്നെ വൈവസ്വത മനുവിനും ഇക്ഷ്വാകു മഹാരാജാവിനും മറ്റുള്ളവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുള്ള ജ്ഞാനമാണ് ഞാൻ പറഞ്ഞു തന്നത്, ഇനി പറയാൻ പോകുന്നതും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു 3ലും 4ലും എല്ലാം. ഇനി വിട്ടുപോയത് കുറച്ച് പൂരിപ്പിക്കുക, അത് മാത്രമേ ഭഗവാൻ ഇനിയുള്ള അധ്യായങ്ങളിൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ രാജവിദ്യയാണ് പറയാൻ പോകുന്നത്. വിദ്യകളിൽ വെച്ച് രാജാവാണ്, ദ കിങ് ഓഫ് റോയൽ നോളജ്. രാജഗുഹ്യം വളരെ ഗുഹ്യമായതാണ്, ഗോപ്യമായതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അല്ലാതെ രഹസ്യമായതല്ല. പവിത്രമാണ് ഇത്, വളരെ ശ്രേഷ്ഠമായതാണ്, ഉത്തമമായതാണ്, ഉത്തമങ്ങളിൽ വെച്ച് ഉത്തമമായതാണ്. പ്രത്യക്ഷാവഗമം, നിനക്ക് സുഖമായിട്ട് അതിന്റെ ആ ഫലങ്ങളെല്ലാം അനുഭവിച്ചറിയാൻ സാധിക്കും. പ്രഭു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും? അപ്പൊ ഭഗവാൻ പറയുന്നു, കാണാൻ പറ്റും നിനക്ക്. 1 മാസം കഴിഞ്ഞ്, 6 മാസം കഴിഞ്ഞ്, 1 വർഷം കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് നിനക്ക് അറിയാൻ പറ്റും. അല്ലാണ്ട് അധികം കാത്തിരിക്കേണ്ടി വരില്ല. അജിരേണാദി ഗച്ഛതി, നിനക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ മനസ്സിലാക്കാൻ സാധിക്കും. ധർമ്മ്യം, ധർമ്മയുക്തമായതാണ്, ആചാര്യന്മാരാൽ അനുസരിച്ചു പോന്നതാണ്, അവരെല്ലാം ആചരിച്ചതാണ്. ധർമ്മത്തിന് അനുസൃതമായതാണ് ധർമ്മ്യം, സജ്ജനങ്ങളാൽ അനുഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നീയും അനുഷ്ഠിക്കൂ. അല്ലെ, ഇത് സുഖമാണ്, രാജവിദ്യയാണ്. ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ? പിന്നെ എത്രയോ ആളുകൾ ചെയ്തിട്ടുണ്ട്, മഹാജനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഗോസ്വാമിമാര് ചെയ്തിട്ടുണ്ട്. ആ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടെ വരുന്ന നീയും ഇത് അനുഷ്ഠിക്കണം എന്ന് സാരം. ഇനി അയ്യോ അവർക്ക് അനുഷ്ഠിക്കേണ്ടത് എനിക്ക് അനുഷ്ഠിക്കാൻ പറ്റുമോ? പിന്നെന്താ? സുസുഖം കർത്തും അവ്യയം. സുഖമാണിത്. ഇത് കുറെ പൈസ ചെലവൊന്നുമില്ല, ഇതിന് ശാരീരിക ക്ലേശങ്ങളൊന്നുമില്ല. ജപിക്കുക, ധ്യാനിക്കുക, സ്മരിക്കുക, കീർത്തനം ചെയ്യുക, സ്വാധ്യായം ചെയ്യുക, പ്രസാദം കഴിക്കുക, അല്ല വിഗ്രഹാരാധന ചെയ്യുക. എവിടെ പൈസ ചെലവ്, അല്ലെങ്കിൽ എവിടെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ? ഒന്നുമില്ല. ശയനപ്രദക്ഷിണം ചെയ്യേണ്ട ആവശ്യമില്ല, തുലാഭാരം ചെയ്യേണ്ട ആവശ്യമില്ല, ഹഠയോഗം, ധ്യാനയോഗം, ആണിയുടെ പുറത്തിരിക്കേണ്ട, വെള്ളത്തിൽ മുങ്ങിക്കിടക്കേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സുസുഖം കർത്തും അവ്യയം, നാശരഹിതമാണ്, സനാതനധർമ്മമാണ്. ഞാൻ ആരംഭിച്ച പ്രപഞ്ച സൃഷ്ടിയുടെ സർഗാദിയില മുതല് ഇത് പറഞ്ഞു തരുന്നതാണെന്നെല്ലാം പറഞ്ഞ് ഈ പറയാൻ പോകുന്ന ആ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യത്തെ നല്ല പോലെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയാം, ഈ 2 ശ്ലോകങ്ങളെല്ലാം പറഞ്ഞിട്ട്, അതായത് അന്യയ വ്യതിരേകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായം ഉണ്ട് വേദാന്തികളുടെ അടുത്ത്. ശ്രീമദ് ഭാഗവതത്തിലെല്ലാം കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യത്തിന്റെ നല്ല വശങ്ങൾ പറഞ്ഞ്, ഒരു കാര്യത്തിന്റെ ദോഷവശങ്ങൾ പറഞ്ഞിട്ട് 2നെയും നല്ല പോലെ താരതമ്യ പഠനം ചെയ്യുക.
അപ്പൊ ഈ രണ്ട് ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ ഇതിന്റെ ഗുണങ്ങളെല്ലാം വർത്തിച്ചു. അതിനെ അന്വയം എന്ന് പറയും. ഇനി വ്യതിരേകം അനുവർത്തിച്ചില്ലെങ്കിൽ, ഇത് ഞാൻ പറയുന്ന പോലെ കേൾക്കാതെ താന്തോന്നിയായിട്ട് തനിഷ്ഠക്കാരനായിട്ട് നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? അശ്രദ്ധാദാന പുരുഷ ധർമ്മ്യസ്യാസ പരന്ധവ അപ്രാഭ്യമാം നിവർത്തന്തേ മൃത്യു സംസാര വർമ്മനേ. ഒരു ശ്രദ്ധയില്ലാതെ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നൽകുന്ന പുരുഷൻ, ഇവിടെ പുരുഷൻ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ ലിംഗഭേദമല്ല, മനുഷ്യര്. ഇങ്ങനെ ഞാൻ പറയുന്നത് കേൾക്കാതെ തനിഷ്ടം പോലെ താന്തോന്നിയായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, മൃത്യു സംസാര വർമ്മനി, അവര് വീണ്ടും ജനന മരണമാകുന്ന സംസാരത്തിലേക്ക്, ആ ജന്മമൃത്യു ജരാവ്യാധിയിലേക്ക് വീണ്ടും 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 വലിച്ചെറിയപ്പെടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നീ നല്ല പോലെ ചെയ്യൂ. നജാ മത്സാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വരം ഭൂതബൃന്നച്ച ഭൂതസ്ഥ മമാത്മാ ഭൂതഭാവനഃ. അർജുന, സകല ചരാചരങ്ങളുടെ ഉത്ഭവസ്ഥാനം ഞാനാകുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയാണ് ഞാൻ തന്നെ വിഭിന്ന ഭാവങ്ങളായിട്ട് അവതരിച്ചുകൊണ്ട്, അത് അടുത്ത നമ്മുടെ വിഭൂതി യോഗത്തിലെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭഗവാൻ തന്നെയാണ് ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്നും, അതുപോലെ തന്നെ സകല ദേവതകളും ദേവന്മാരും ആചാര്യന്മാരും സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ ഉണ്മയാണെന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്രകാരം യഥാ ആകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ. ഈ വായു, സഞ്ചരിക്കുന്ന വായു ആകാശത്തിൽ എങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുന്നത്, അതുപോലെ ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലുമെല്ലാം ഞാൻ നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രകൃതിം സാമ്യവഷ്ടഭ്യ വിസർജാമി പുനഃ പുനഃ. ഞാൻ ഇങ്ങനെ അവയെ സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലെ? കൽപ്പക്ഷയെ പുനഃസ്ഥാനി കൽപ്പാദോ വിസർജാമ്യഹം. കൽപ്പത്തിന്റെ ആരംഭത്തില് ബ്രഹ്മാവിന്റെ പകല് സമയത്ത് ഞാൻ ഈ എന്നിൽ നിന്ന് തന്നെ എന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവയെ സൃഷ്ടിക്കുകയും, ആ കൽപ്പക്ഷയത്തിന്റെ, അതായത് കൽപ്പത്തിന്റെ അവസാനത്തില് രാത്രിയിൽ, ബ്രഹ്മാവിന്റെ രാത്രിയിൽ എന്ത് ചെയ്യുന്നു? അവയെയെല്ലാം എന്നിലേക്ക്, ബ്രഹ്മാവിനെയും എന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അത് നല്ല പോലെ ഉപന്യസിച്ച് പഠിച്ചു. ഇനി ആവർത്തിക്കുന്നില്ല. എല്ലാവരും ഒരു പ്രാവശ്യം കൂടി കഴിഞ്ഞ അധ്യായം പഠിക്കുക. അപ്പൊ ആളുകൾ വിചാരിക്കും, അല്ല ഭഗവാനെ, അങ്ങും കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളും കർമ്മം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് കർമ്മഫലം വന്നു ചേരുന്നു, ചിലപ്പോ സുഖമായിട്ടും ദുഃഖമായിട്ടും. അങ്ങും ഇതുപോലെ തന്നെ ദിവസവും കർമ്മം ചെയ്യുന്നുണ്ട്, അങ്ങേക്ക് എന്തുകൊണ്ട് കർമ്മഫലം വരുന്നില്ല? അപ്പൊ ഭഗവാൻ പറയാ, നചാ മാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. അർജുന, നീ കർമ്മം ചെയ്യുമ്പോൾ നീ കർമ്മഫലാസക്തിയോട് കൂടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ഞാനാകട്ടെ ഉദാസീനനായിട്ട്, ഇതെന്റെ കർത്തവ്യമാണ്, ഇതെനിക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, ഞാൻ ശരീരം സ്വീകരിച്ചിരിക്കുന്നു, ഇത് എന്റെ ഡ്യൂട്ടിയാണ്, കർമ്മമാണ്, ഞാൻ ചെയ്തേ മതിയാകൂ, പക്ഷെ എനിക്ക് ഇതിന്റെ കർമ്മഫലം ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നിർഗുണനായിട്ട്, ആസക്തിയില്ലാതെ അനാസക്തനായിട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഇവയുടെ കർമ്മഫലങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. ഇതെല്ലാം 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും പഠിച്ചു. കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നത്, മറിച്ച് കർമ്മഫലമാണ്, കർമ്മഫലത്തിലുള്ള ചിന്തകളാണ്, കർമ്മഫലാസക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് കർമ്മം വേണമെങ്കിലും ചെയ്തുകൊള്ളൂ, വിരോധമില്ല. കർമ്മഫലാസക്തി വെച്ച് പുലർത്താതെ ഈശ്വരാർപ്പണ ഭാവത്തിൽ ഈശ്വരാരാധനയായിട്ട് സർവകർമ്മങ്ങളും ചെയ്യൂ. ഒരിക്കലും നിങ്ങൾക്ക് കർമ്മഫലം വരില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് പരമപദത്തെ പ്രാപിക്കാൻ സാധിക്കും. എങ്ങനെയാ ഞാനിത് ചെയ്യുന്നത്? മയാ അധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്വി പരിവർത്തതേ. ഞാൻ ഈ ആധ്യാത്മിക ലോകങ്ങളുടെയും ഭൗതിക ലോകങ്ങളുടെയും എല്ലാം അധ്യക്ഷനായിട്ട് നിന്നുകൊണ്ട് അവയെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്യുന്നു. ഇതാണ് എന്റെ ജോലി. ഭഗവാനും ജോലി ചെയ്യുന്നുണ്ട്. ഭഗവാൻ വെറുതെ ഇരിക്കില്ല. നമ്മൾ വിചാരിക്കും ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എനിക്ക് അങ്ങനെ ഇരിക്കാമല്ലോ. ഒരിക്കലും പാടില്ല. ശരീരമെല്ലാം ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കർമ്മം ചെയ്തേ മതിയാവൂ. ഇനി മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞമായി അന്യ വ്യതിരേകത്തിലേക്ക് വീണ്ടും ഭഗവാൻ വരുന്നു. ഭഗവാൻ പറയാ, ചില ആളുകളാണെങ്കിലും ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയാതെ കഴുതകളെ പോലെ ജീവിക്കുകയാണ്. അവർക്ക് ഈ മനുഷ്യന്റെ ആ ജന്മത്തിനെ കുറിച്ചിട്ട്, ഈ മനുഷ്യ ജന്മം കിട്ടിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. അവര് മൃഗങ്ങളെ പോലെ, പക്ഷികളെ പോലെ തന്നെയാണ് ജീവിക്കുന്നത്. മോകാശ മോകകർമാണോ മോകജ്ഞാന വിഛേദസഹ രാക്ഷസി മാസുരിം ചൈവ പ്രകൃതിം മോഹിനിം ശ്രിതാഹ.
വ്യർത്ഥമായിട്ടുള്ള കർമ്മങ്ങളോട് കൂടിയിട്ടാണ് അവർ ജീവിതം നയിക്കുന്നത്. വ്യർത്ഥമായിട്ടുള്ള ജ്ഞാനത്തോട് കൂടിയിട്ടാണ്. യാതൊരു ഇതില്ല. അവർക്ക് കുറെ ഭക്ഷണം കഴിക്കണം, വിഹരിക്കണം, മൈഥുനം ചെയ്യണം, ഉറങ്ങണം, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ രാക്ഷസമായിട്ടുള്ള ആസുരീകമായിട്ടുള്ള പ്രകൃതിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാം ജീവിക്കുന്നത്. അവര് ആസ്തികന്മാര്, നാസ്തികന്മാര്. എന്ന ഭഗവാനെ ശരണം പ്രാപിച്ച ഭക്തന്മാര് ആസ്തികന്മാരാകട്ടെ എന്നെ നല്ല പോലെ സുഖമായിട്ട് എൻ്റെ ആരതിയും എൻ്റെ വിഗ്രഹാരാധനയും എനിക്ക് നിവേദ്യം വെക്കലും ഇതെല്ലാമായിട്ട് അവർ സുഖമായിട്ട് കഴിഞ്ഞുകൂടുന്നു. മഹാത്മാ നസ്തുമാം പാർത്ത ദൈവീം പ്രകൃതിമാശ്രിതാഹ. മഹാത്മാക്കളാകട്ടെ പരിശുദ്ധ ഭക്തന്മാരാകട്ടെ അവര് ദൈവീകമായിട്ടുള്ള എൻ്റെ പ്രകൃതിയെ ആശ്രയിക്കുന്നു. എന്നാൽ മറ്റുള്ളവരോ രാക്ഷസി ആസുരീം ചൈവ പ്രകൃതിയും. അവര് രാക്ഷസിയും ആസുരീകമായിട്ടുള്ള പ്രകൃതിയാണ്, മോശമായിട്ടുള്ള ഭൗതിക പ്രകൃതിയെയാണ്. ഭഗവാന്റെ തന്നെയാണ് രണ്ട് പ്രകൃതികൾ. അത് നമ്മൾ പഠിച്ചു 7-ാം അധ്യായത്തില് അല്ലെ. ഭൂമിരാഭോ നലോ വായു ഗമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതി അമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടത. പരാപ്രകൃതിയെ കുറിച്ചും അപരാപ്രകൃതിയെ കുറിച്ചും നമ്മൾ പഠിച്ചു അവിടെ. അർജുന, ഈ 8 എൻ്റെ അപരാപ്രകൃതിയാണ്. അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ജീവസത്തയാകുന്ന ജീവാത്മാകാകുന്ന പരാപ്രകൃതിയുണ്ട്. അതാണ് ഞാൻ, എൻ്റെ വിഭിന്നാംശം. അതിനെ ആശ്രയിക്കൂ, മറ്റേതിനെയെല്ലാം വിട്ടുകളയൂ. അതെല്ലാം നിസാരമാണ്, ലളിതമാണ്, അത് കർമ്മഫലങ്ങളെ ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഭക്തന്മാര് എൻ്റെ ദൈവീകമായിട്ടുള്ള പ്രകൃതിയെ ആശ്രയിക്കുന്നു. എന്നെ വിശ്വാസമില്ലാത്ത, എന്നില് അസൂയുള്ള ആളുകള്, എന്നെ നിരന്തരം എപ്പോഴും നിന്ദിച്ചു കൊണ്ടിരിക്കുന്നവര് എൻ്റെ തന്നെയായിട്ടുള്ള ഭൗതിക പ്രകൃതിയെ ആശ്രയിക്കുന്നു. അപ്പൊ ഈ മഹാത്മാക്കൾ എന്താ ചെയ്യണത്? സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്ത്യശ്ച മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. എന്റെ പരിശുദ്ധ ഭക്തന്മാര്, എന്നെ ആശ്രയിച്ചവര് സതതം കീർത്തയന്തോ മാം, എപ്പോഴും എന്നെ കീർത്തിച്ചു കൊണ്ടിരിക്കും. സതതം, ആഴ്ചയിൽ ഒരു ദിവസമല്ല, ഞായറാഴ്ച സത്സംഗത്തിന് പോകുമ്പോ മാത്രമല്ല ജപം കീർത്തനം. സതതം, രാവിലെ സൂര്യോദയം മുതല് വൈകിട്ട് സൂര്യാസ്തമയം വരെ, കിടന്നുറങ്ങുന്നത് വരെ. മനസ്സിലായോ? അയ്യോ പ്രഭു അതിനെവിടെ സമയം? മനസ്സില്, അല്ലാതെ ആളുകളുടെ മുന്നിൽ വെച്ച് ബസ്സിൽ കയറുമ്പോ ഭ്രാന്തനാണെന്ന് പറയും അവര്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഹരേ കൃഷ്ണ ചെല്ലുമ്പോ ഉറക്കെ ചെല്ലുക. പക്ഷെ മറ്റുള്ളവർക്ക് ശല്യമാകാതെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തൊക്കെ എന്താണ് ഹൃദയത്തിൽ സ്മരിച്ചു കൊണ്ടിരിക്കുക. അതാണ് സതതം കീർത്തയന്തോമാ. ഇത് ദേശകാലത്തിനനുസരിച്ച് മാറ്റം വരുന്നതല്ല, എപ്പോഴും. കാരണം മരണം എപ്പോഴാണ് ഒരു മോഷ്ടാവിനെ പോലെ കടന്നു വരുന്നതെന്ന് അറിയില്ല. എപ്പോ വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കാലത്ത് കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോണവർക്ക് കണ്ടതാണല്ലോ, ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതാണല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. മരണം ഏത് സമയത്തും. അതുകൊണ്ട് എപ്പോഴും എന്നെ കീർത്തിക്കൂ. ദൃഢവ്രതന്മാരായിട്ട്, വെറുതെ അല്ല, ആഗ്രഹങ്ങളൊന്നും വെച്ച് പുലർത്താനല്ല, ഭൗതികമായിട്ട് താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, ആ പരമപദത്തിന് വേണ്ടിയിട്ട് ഒരു ദൃഢവ്രതമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട്. പലതരം വ്രതങ്ങളുണ്ട്. അതില് ഞാൻ ഈ കീർത്തനം ചെയ്യും, ഭഗവാനെ സ്മരിക്കും എന്നുള്ള വ്രതത്തോട് കൂടിയിട്ട്. നമസ്യന്ത്യശ്ച, എന്നെ നമസ്കരിക്കും, എന്റെ ഭക്തന്മാരെയും നമസ്കരിക്കും. അല്ലെ? സജ്ജനങ്ങളെ കാണുന്ന സമയത്ത് യാതൊരു ചിന്ത കൂടാതെ അപ്പൊ തന്നെ നമസ്കരിക്കണം. ആരുമായിക്കോട്ടെ, പ്രായത്തിൽ കുറഞ്ഞതോ പ്രായത്തിൽ കൂടിയതോ ഒന്നും നോക്കരുത് നിങ്ങൾ. ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ എന്തുമായിക്കോട്ടെ അപ്പൊ തന്നെ നമസ്കരിക്കുക. നിദണ്ഡ നമസ്കാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പഞ്ചാംഗ നമസ്കാരം, അതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒന്ന് കൈകൂപ്പിയിട്ട് ശിരസ്സൊന്ന് താഴ്ത്തുക, നിത്യാഹങ്കാരത്തെ നശിപ്പിക്കുക. അതാണ് ഈ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്രകാരം ഭക്തിയോട് കൂടിയിട്ട് എന്നെ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഭക്തി ഒരു പ്രഹസനമാവരുത്. അത് ഭക്തി കാണിക്കാനുള്ള ഒരു വികാരാവേശമില്ല. ചില ആളുകൾ വെറുതെ തുള്ളിച്ചാടുക, ചില ആളുകൾ നമസ്കരിക്കുക 10 മിനിറ്റ്, എന്നിട്ട് ആരെങ്കിലും വന്ന് പ്രഭു എഴുന്നേൽക്കും, മാതാജി എഴുന്നേൽക്കും, കുറെ നേരയിലൊക്കെ കിടക്കണ, അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു വികാരാധീനനായിട്ടുള്ള ഒരു പ്രഹസനമല്ല ഭക്തി. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് പരിശുദ്ധ ഭക്തനാണോ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന്. ദയവ് ചെയ്ത് ഭക്തന്മാര് ഇതുപോലെയുള്ള കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജാടകളൊന്നും ചെയ്യരുത്. കാരണം മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളില് അന്ധരാമിയായിട്ട് ഭഗവാൻ ഉണ്ടെന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ഇപ്രകാരം പല ആളുകൾ കീർത്തിക്കുന്നു, ചില ആളുകൾ പുസ്തകം വായിക്കുന്നു, ചിലർ ജപിക്കുന്നു. ഇങ്ങനെ പല വിധത്തില് എന്നെ ഉപാസിക്കാനായിട്ട് സാധിക്കും അർജുന. ജ്ഞാന യജ്ഞേന ചാഭ്യേന യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വധോമുഖം. അവര് ചിലപ്പോ എപ്പോഴും എന്നെ ആശ്രയിക്കുന്നവരായിരിക്കില്ല. കൃഷ്ണന്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അമ്പലത്തിലോ ബലരാമന്റെ അമ്പലത്തിലോ ഒന്നും ചിലപ്പോ അവര്
എല്ലാ സമയം വരില്ല. ചിലപ്പോഴൊക്കെ ശിവന്റെ അടുത്തേക്ക് പോകും. ഏകത്വേന ബഹുത്വേന അവര് ചിലപ്പോ മറ്റുള്ള അന്യദേവതകളിലേക്ക് പോകും. ചിലപ്പോ സുബ്രഹ്മണ്യന്റെയും അയ്യപ്പന്റെയും ഗണപതിയുടെയും എല്ലാം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവരായിരിക്കും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ എന്നെ കാണാനായിട്ട് വരുന്നുള്ളൂ. വിരോധമല്ല. ബഹുതോമുഖം വിശ്വതോമുഖം. ചിലപ്പോ എന്റെ വിരാട് സ്വരൂപത്തെ ആയിരിക്കും അവർക്ക് ഇഷ്ടം. അവരുടെ വീടുകളിലേക്കും പോയി കഴിഞ്ഞാൽ വിശ്വരൂപത്തിന്റെ ചിത്രമായിരിക്കും. പക്ഷെ അവര് എന്നെ ഉപാസിക്കുന്നുണ്ട്. അവരൊരിക്കലും പരിഹസിക്കരുത്. അവർ ഇന്നല്ലെങ്കിൽ നാളെ ആ പരമദിവ്യോത്തമ പുരുഷൻ ഞാനാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ വരും. പെട്ടെന്ന് തന്നെ അവരെ ഒരിക്കലും അജ്ഞാനികളാണ് അവര് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ പീഡിപ്പിക്കുകയോ അവരെ നിന്ദിക്കുകയോ അവരെ സഭാമധ്യത്തിൽ വെച്ചിട്ട് ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. അഹം ക്രതുരഹം യജ്ഞഃ സ്വദാഹമഹം ഔഷധം മന്ത്രോഹമഹമേ വാച്യം അഹമഗ്നിരഹം ഹുതം. സകലത്തിലും നീ എന്നെ കാണൂ അർജുന. ഞാൻ ക്രതുവാണ്. വൈദിക കർമ്മങ്ങളെല്ലാം തന്നെ ഞാനാണ്. എവിടെയാണ് ഹോമം ചെയ്യുന്നത്, എവിടെയാണ് യാഗം ചെയ്യുന്നത്, യജ്ഞം ചെയ്യുന്നത്, ഗണപതി ഹോമം ചെയ്യുന്നത്, സുദർശന ഹോമം ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈഷ്ണവ ഹോമം ചെയ്യുന്നത്, എല്ലാതും ഞാൻ തന്നെ. അതില് അഗ്നി ഞാൻ തന്നെ, അതിലേക്ക് ഒഴിക്കുന്ന നെയ്യ് ഞാൻ തന്നെ, പായസവും പുരോടാംശവും ഞാൻ തന്നെ, ആ പുഷ്പങ്ങളും ഞാൻ തന്നെ, അത് ഇടുന്ന വ്യക്തിയും ഞാൻ തന്നെ. പിന്നെ സ്വാഹ എന്ന് പറയുന്ന മന്ത്രം ഞാൻ തന്നെ. പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സ്വധ എന്ന് പറയുന്ന ആ മന്ത്രവും ഞാൻ തന്നെ. 2 മന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ദേവന്മാർക്ക് ചെയ്യുമ്പോൾ സ്വാഹ ഇതം വിഷ്ണവേ സ്വാഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിലിടും. അല്ലെങ്കിൽ ഇതം ഇന്ദ്രയെ സ്വാഹ. ഇനി പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ആര്യമാവിന് അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുമ്പോ സ്വധ, സ്വാഹ എന്ന് പറയില്ല, സ്വധ. ഇപ്രകാരം പിതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന മന്ത്രവും ഞാൻ തന്നെ, ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന മന്ത്രവും ഞാൻ തന്നെ. മന്ത്രോ, സകല മന്ത്രങ്ങളും ഞാൻ തന്നെ, അഹം തന്നെ. ആ ആജ്യവും പായസവും പുരോടാംശവും അസോമരസവും അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദവും വെണ്ണീറും എല്ലാം ഞാൻ തന്നെ. ഞാനില്ലാതെ ഒന്നുമില്ല. മാത്രമല്ല നിന്റെ പിതാവും മാതാവും എല്ലാതും ഞാൻ തന്നെയാണ്. ഞാൻ ആണ് ഉണ്മയായിട്ട് എല്ലാ ഹൃദയങ്ങളിലും ഇരിക്കുന്നത്. 84 ലക്ഷം ജീവയോനികളിലും ഞാൻ ഇരിക്കുന്നുണ്ട്. എന്റെ വിഭിന്നാംശമാണ് നീ എന്ന് മനസ്സിലാക്കൂ. പിതാഹമസ്യ ജഗതോ മാധാധാതാ പിതാമഹഃ വേദ്യം പവിത്രമോങ്കാരഃ ഋക്സാമായജുരേവചാം. ഈ ജഗത്തിന്റെ ആധ്യാത്മിക ലോകങ്ങളുടെയും ഭൗതിക ലോകങ്ങളുടെയും എല്ലാം ഉടമ സൃഷ്ടാവ് ഞാൻ തന്നെയാണ്. വസ്തുക്കളും ഞാനായിട്ട് ഭവിച്ചതാണ്. ആളുകൾക്ക് സംശയം തോന്നും, ശരി അങ്ങാണ് സൃഷ്ടാവ്, സൃഷ്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പഞ്ചഭൂതങ്ങൾ ആരാണ് അങ്ങേക്ക് തന്നത്? ഭഗവാൻ പറയാ അഹം, ഞാൻ തന്നെ. ഞാനത് മണ്ണായിട്ടും കല്ലായിട്ടും വായുവായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും പരിണമിച്ചു. ഞാൻ തന്നെയാണത്. അല്ലെങ്കിൽ പിന്നെ ഭഗവാൻ എന്ന പേരിന് അർഹത ഉണ്ടാവില്ല. ഭഗവാൻ ഒരു സൃഷ്ടാവ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഈ ഭൂമി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുവകകളെല്ലാം വേറൊരാൾ കൊടുത്തതാണെന്നുള്ള ഒരു ചിന്ത വരും. അപ്പൊ ഭഗവാൻ പറയുന്നു അല്ലേ അല്ല, ഞാൻ തന്നെയാണ്. ആ വസ്തുക്കളും ഞാൻ തന്നെയാണ്. ആ വസ്തുക്കൾ ഉപയോഗിച്ച് സൃഷ്ടിച്ചിട്ടുള്ള ലോകവും ഞാൻ തന്നെയാണ്. ഈ ലോകത്തിന്റെ ആ ഒരു ഓർഗനൈസറും അതുപോലെ തന്നെ GOD, ജനറേറ്റർ, ഓർഗനൈസർ, ഡിസ്ട്രോയർ, അതാണ് GOD എന്ന പദത്തിന് അർത്ഥം. അപ്പോ ഉണ്ടാക്കിയതും ഞാൻ തന്നെ, അതിനെ നിലനിർത്തി പോരുന്നതും ഞാൻ തന്നെ, അതിനെ നശീകരിക്കുന്നതും ഞാൻ തന്നെ. മാത്രമല്ല വേദ്യം, ആരാണ് നിവേദ്യങ്ങളെല്ലാം സമർപ്പിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ കീർത്തിക്കപ്പെടേണ്ടത്? അത് ഞാൻ തന്നെ. പവിത്രമായത് ഞാൻ തന്നെ. ഓംകാരം ഞാൻ തന്നെ. സകല മന്ത്രങ്ങളും ഞാൻ തന്നെ. അപ്പൊ അതുകൊണ്ട് ഏതു മന്ത്രം ചൊല്ലിയാലും വിരോധമില്ല. പക്ഷെ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അതില് ഓംകാരമാകുന്ന പ്രണവ മന്ത്രം മുതല് ഗായത്രി വരെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. എങ്ങനെയാണ് എള്ളില് എള്ളെണ്ണ അടങ്ങിയിരിക്കുന്നത്? കാണാൻ സാധിക്കൂ? ഇല്ല, അദൃശ്യ രൂപത്തില്. പാലിൽ എങ്ങനെയാണ് വെണ്ണ നെയ്യ് അടങ്ങിയിരിക്കുന്നത്? കാണാൻ പറ്റൂ? ഇല്ല, അദൃശ്യ രൂപത്തിലാണ്. ഇങ്ങനെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില് എല്ലാ മന്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആചാര്യന്മാര് കലികാലത്തില് ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ ചതുർവേദങ്ങളില് ഋഗ്വേദവും സാമവേദവും യജുർവേദവും അഥർവവേദവും അതുപോലെ തന്നെയുള്ള വേദത്തിന്റെ 3 ഭാഗങ്ങളും ഞാൻ തന്നെയാണ്. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. സംരക്ഷിക്കപ്പെടേണ്ടവൻ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് പതി, നിന്റെ ഭർത്താവും ഞാൻ തന്നെയാണ്, ഭാര്യയും ഞാൻ തന്നെയാണ്, സുഹൃത്ത്, മിത്രം, എല്ലാതും. എവിടെ നിന്നാണ് ആരംഭിച്ചത്, എവിടെയാണ് നിലനിൽക്കുന്നത്, എവിടേക്കാണ് എത്തിച്ചേരേണ്ടത്, അതും ഞാൻ തന്നെ. നിന്റെ ബീജവും ഞാൻ തന്നെ. മാത്രമല്ല നീ കാണുന്ന ഈ വെയിലും മഴയും മഞ്ഞും ഋതുഭേദങ്ങളും എല്ലാം തന്നെയാണ്. ഞാനില്ലാതെ ഒന്നുമേ ഇല്ല. തപാമ്യഹമഹം വർഷം നിഗ്രഹാൺമാൻ ഉസ്രാമിച.
അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹം അർജുന. ജനനവും മരണവും ഞാൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നിരിക്കുന്നു, സന്തോഷിക്കൂ. എവിടെയെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ വന്നിരിക്കുന്നു കൊണ്ടുപോകാനായിട്ട്, അല്ലെ? അപ്പോഴും നീ സന്തോഷിക്കൂ, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഈ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോ തന്നെ നമുക്ക് ആ മരണഭയം പതുക്കെ പതുക്കെ പോകും. പക്ഷെ ഭഗവത്ഗീതയോ ഭാഗവതമോ അറിയാത്ത ആളുകൾക്ക് ആ മരണഭയം ഉണ്ടാവും. കാരണം എന്താണ്? മരണം ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥ. അങ്ങനെ നമ്മുടെ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഭയം വരുന്നത്. ഭയം ദ്വിതീയാത് അഭിനിവേശ, രണ്ടാമതൊന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. പക്ഷെ ഒന്നുമില്ല, രണ്ടാമതൊന്നുമില്ല, ആകെ ഒന്നുള്ള ബ്രഹ്മസത്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ സകല ചരാചരങ്ങളിലും ആധ്യാത്മിക ലോകങ്ങളിലും ഭൗതിക ലോകങ്ങളിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് എവിടെയാ നമുക്ക് മരണഭയം ഉണ്ടാവുക? മാത്രമല്ല ജനനവും ഭഗവാൻ തന്നെ, മരണവും ഭഗവാൻ തന്നെ. നമ്മളെ പോലുള്ള ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ വരും. എന്നിട്ടോ നമ്മളെ ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും നശിക്കുന്നില്ല. ജീവസത്തയാകുന്ന നമ്മൾ അതേപോലെ തന്നെ നിൽക്കും. പാലില് പഞ്ചസാര അലിഞ്ഞു ചേരുന്ന പോലെയോ നാരങ്ങ വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു ചേരുന്ന പോലെയുള്ള ഒരു വ്യക്തിത്വം നഷ്ടപ്പെടലല്ല ഈ മോക്ഷം, മുക്തി, പരമപദപ്രാപ്തി എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ശരീരം മാറുമായിരിക്കും, നമ്മുടെ കണ്ണിനും മൂക്കിനെല്ലാം വ്യത്യാസം വരുമായിരിക്കും. രണ്ട് കൈക്ക് ചിലപ്പോൾ 4, 6, 8 വരും. അതൊക്കെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ സാരൂപ്യമുക്തി, സായുജ്യമുക്തി, അങ്ങനെയുള്ള സാലോകമുക്തി, അതിനനുസരിച്ച് ഏത് ദേവതകളുടെ ലോകത്തിലാണ് പോകുന്നത്, ഏത് രൂപത്തിലാണ് പോകുന്നത്, നിങ്ങൾക്ക് ഏത് വേഷമാണ് അവിടെ വേണ്ടത്, അതെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരും. അതുകൊണ്ടൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ നമുക്ക് അവിടെ പോയാൽ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഭഗവത് ഭക്തിയുത സേവനം ചെയ്യുന്നത്, വൈകുണ്ഠ ലോകത്തിൽ പോയാലും നിങ്ങൾക്ക് അതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വേദമന്ത്രങ്ങളെല്ലാം അറിഞ്ഞവര് യാഗങ്ങളും യജ്ഞങ്ങളും ഹോമങ്ങളും പൂജകളും എല്ലാം ചെയ്തിട്ട് എന്നെ നല്ല പോലെ മന്ത്രധ്വനികളോട് കൂടിയിട്ട് സാമവേദത്തോട് കൂടിയിട്ട് ആചരിക്കാറുണ്ട്. ത്രൈവിദ്യാമാം സോമപാപൂതപാപ യജ്ഞൈരിഷ്ട സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അശ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ. ഇപ്രകാരം എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ആളുകള് അനേകം ദിവ്യകർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ദാനാദി കർമ്മങ്ങള്, പൂർത്തകർമ്മങ്ങള്, സ്മാർത്ഥകർമ്മങ്ങള്, സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് അവര് യജ്ഞങ്ങളും യാഗങ്ങളും ഹോമങ്ങളും എല്ലാം ചെയ്തിട്ട് അവര് ഉത്കൃഷ്ട ലോകങ്ങളെയെല്ലാം പ്രാപിക്കും. ചില ആളുകള് ദേവലോകത്തെത്തിച്ചേരുന്നു, സ്വർഗലോകത്തിൽ എത്തിച്ചേരുന്നു. പക്ഷെ നിങ്ങളുടെ പുണ്യം ക്ഷയിക്കുമ്പോൾ ചിലപ്പോൾ ഇത് അവര് വീണ്ടും ഭൂമിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അവര് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്നെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് അവരുടെ വിചാരം ആകെ 2 ലോകങ്ങളേ ഉള്ളൂ. ഒന്ന് സ്വർഗലോകം, 2 നരകലോകം. അയ്യോ, നരകലോകത്തിന് പോകേണ്ട, ഞങ്ങൾക്ക് സ്വർഗലോകത്തിൽ പോയാൽ മതി, ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോയാൽ മതി, അധമ ലോകങ്ങളിലേക്ക് പോകണ്ടെന്ന് വിചാരിച്ച് അവര് അനേകം ദാനാദി ധർമ്മങ്ങൾ ചെയ്യും. അതുപോലെ ക്ഷേത്ര സന്ദർശനം ചെയ്യും, പല പല സാധനങ്ങൾ അവർ സ്പോൺസർ ചെയ്യും, അന്നദാനം ചെയ്യും, ധനദാനം ചെയ്യും, കിണറുകൾ കുഴിച്ചു കൊടുക്കും, അതുപോലെ നദികളും കിണറുകളും വലിയ വലിയ തടാകങ്ങളും കുളങ്ങളും എല്ലാം നിർമ്മിച്ചു കൊടുക്കും. അവർ വസ്ത്രങ്ങൾ ദാനം ചെയ്യും, പഠനോപകരണങ്ങൾ ചെയ്യും. പക്ഷെ എന്താണ്? ഭഗവാനെ ശരണം പ്രാപിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകള് അവര് ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ഉത്കൃഷ്ട ലോകങ്ങളിൽ പോവും. ദേവലോകങ്ങളിലേക്കോ പിതൃലോകങ്ങളിലേക്കോ ബ്രഹ്മലോകത്തിലെല്ലാം എത്തിച്ചേരും. അതെല്ലാം നമ്മൾ ആ ക്രമമുക്തിയിൽ പഠിച്ചു. പക്ഷെ അർജുന, ഒരു പ്രശ്നമുണ്ട്. അവര് തേദം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അവിടെ ചെന്ന് കുറെ നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ പുണ്യമെല്ലാം ക്ഷയിക്കും. നിങ്ങളൊരു 5 ലക്ഷം രൂപ കൊണ്ട് ജമ്മു കാശ്മീരിലോ മണാലിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ മൈസൂരോ എവിടെ പോയിട്ട് താമസിക്കാനായിട്ട് പോയിക്കോട്ടെ. അത് അവിടെ മാനേജറിനെ ഏൽപ്പിച്ചു. ഒരു ദിവസം 1200 രൂപയാണ് വാടക. ഭക്ഷണത്തിന് കാലത്ത് 150 രൂപ, ഉച്ചയ്ക്ക് 200 രൂപ, വൈകുന്നേരം 150. ഇനി 2 അടിക്കുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മദ്യത്തിന് വില ഇത്. ഇനി ഡാൻസ് കാണണോ ഇത്ര പൈസ, സിനിമ കാണണോ ഇത്ര പൈസ, എല്ലാത്തിനും ഒരു ചാർട്ട് ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ 6 മാസമോ 1 വർഷമോ കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ അഡ്വാൻസ് തുക കഴിയും. അവര് ഹോട്ടൽ ഉടമ ചോദിക്കും, പൈസയുണ്ടോ സാറിന്റെ കയ്യില്? ഇല്ല, പോയിക്കോളൂ, അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. ഇത് തന്നെയാണ് അവിടെയും. ദേവലോകത്തിൽ പോയാലും അവിടെ അമൃതിന് പൈസ കൊടുക്കണം, 1 ഗ്ലാസ്സിന് ഇത്ര, മദ്യത്തിന് സോമരസം ഇതിന് ഇത്ര പൈസ, അല്ലെ? ഇനി രംഭ, ഉർവശി, മേനക, തിലോത്തമ തുടങ്ങിയിട്ടുള്ള ഐറ്റം ഡാൻസുകാരുടെ ഡാൻസിന് മണിക്കൂറിന് ഇത്ര രൂപ. അപ്പൊ നമ്മുടെ പുണ്യമെല്ലാം പതുക്കെ പതുക്കെ പോയിട്ട് ഒരു ദിവസം നമ്മുടെ സുരേന്ദ്രൻ
അതായത് ദേവേന്ദ്രൻ പറയും, ഇനി നിങ്ങളുടെ പുണ്യം കഴിഞ്ഞു, നാളെ രാവിലെ വരെ ഇവിടെ താമസിക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ ഭൂമിയിലോട്ട് പോയിട്ട് വീണ്ടും പുണ്യമാർജിച്ചു കൊണ്ടുവരാൻ പറയും. ഇങ്ങനെ ഗതാഗതം കാമകാമാലബന്ധേ, കാമീകാമന്മാര് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നെ ശരണം പ്രാപിച്ചവരാകട്ടെ ഒരിക്കലും പിന്നെ വൈകുണ്ഠ ലോകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞയക്കില്ല. എന്താ ചെയ്യേണ്ടത്? അതിന് അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വളരെ പ്രധാനപ്പെട്ട ശ്ലോകം അല്ലെ, എപ്പോഴും കേൾക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമത്തിലുണ്ട്, മറ്റുള്ള ശ്രീമദ് ഭാഗവതത്തിലുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളിലും ആവർത്തിച്ച് പറയുന്നതാണ്. അനന്യാശ്ചിന്തയന്തോമം, അന്യചിന്തകളില്ലാതെ, അതായത് ഉത്കൃഷ്ട ലോകങ്ങളിലേക്കോ നികൃഷ്ട ലോകങ്ങളിലേക്കോ പോകാമെന്നുള്ള ആഗ്രഹമില്ലാതെ, യാതൊരു തരത്തിലുള്ള ആഗ്രഹമില്ലാതെ എപ്പോഴും ഹൃദയത്തില് ആ ഭഗവാനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്തിട്ട് എനിക്ക് പരമപദത്തിലേക്കാണ് പോകേണ്ടത്, വൈകുണ്ഠ ലോകപ്രാപ്തിയാണ് എനിക്ക് വേണ്ടത്, അല്ലാതെ ചെറിയ ചെറിയ നേട്ടങ്ങളൊന്നുമില്ല, അതെല്ലാം എൻ്റെ കണ്ണില് നിസാരമാണ്, ക്ഷണികമാണ്, അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ആരാണ് എന്നെ നല്ല പോലെ ഉപാസിക്കുന്നത്, പര്യുപാസതേ, ഉപാസനകളിൽ വെച്ച് ശ്രേഷ്ഠമായിട്ട് ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങളോട് കൂടിയിട്ട് അവര് വന്ന വഴിയിൽ കൂടെ ഉപാസിക്കുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല. മാർഗദർശികളായിട്ടുള്ള ഭക്തന്മാരും സന്യാസികളും ഈ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പരമപദത്തെ മനസ്സിലാക്കി തിരിച്ചു വന്ന് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഉപാസിക്കുന്നത്, തീർച്ചയായിട്ടും അവര് യുക്തന്മാരായിട്ട് എന്നെ തന്നെ പ്രാപിക്കും. മാത്രമല്ല യോഗക്ഷേമം വഹാമി അഹം, ഞാൻ അവരുടെ യോഗത്തെയും ക്ഷേമത്തെയും നിയന്ത്രിക്കുന്നതാണ്, ഏറ്റെടുക്കുന്നതാണ്. ഞാൻ അവരുടെ വേറൊരാൾക്കും വിട്ടുകൊടുക്കില്ല. അപ്രാപ്തസ്യ ഇതി യോഗഃ, ഇല്ലാത്ത വസ്തുക്കൾ ഞാൻ അവർക്ക് കൊടുക്കും, അവർക്ക് ബുദ്ധി കൊടുക്കും, അവർക്ക് സൗന്ദര്യം കൊടുക്കും, ശക്തി കൊടുക്കും, എല്ലാത്തിനെയും സഹിക്കാനുള്ള കഴിവ് ഞാൻ കൊടുക്കും. അതാണ് യോഗം. ക്ഷേമം, അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. തത് സംരക്ഷണഃ, അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഒന്ന്, ഇല്ലാത്ത വസ്തുവിനെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അദ്ദേഹം, എന്നിട്ട് അത് നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത്. LICയുടെ മുദ്രാവാക്യമാണ് യോഗക്ഷേമം. നിങ്ങളുടെ വീട്ടില് LICയുടെ ഫോമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് നോക്കിയാൽ മതി. യോഗക്ഷേമം ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ ശരണം പ്രാപിക്കൂ. ഇനി നിനക്ക് പ്രാഥമിക ഘട്ടത്തിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. യേ ബന്യാ ദേവതാ ഭക്ത യജന്താ ശ്രദ്ധയാനിദാഹ തേബിമാമേവ കൗന്ദേയ യജന്തി അവിധി പൂർവകം. ഇനി മറ്റുള്ള ശിവനെയോ ബ്രഹ്മാവിനെയോ ഗണപതിയെയോ സൂര്യനെയോ ഇന്ദ്രനെയോ ചന്ദ്രനെയോ ആരാധിക്കുന്നവരുണ്ടാവും. അവരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട്, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ഗുരുവിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും ഭഗവാനിലുമുള്ള പൂർണ്ണ വിശ്വാസം, അതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അല്ലാതെ ചെവി കുളിപ്പിച്ച് കണ്ണു തുറപ്പിച്ച് കേൾക്കുന്നതിനെയല്ല. ശ്രദ്ധ എന്ന് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് അദൃഢ വിശ്വാസം. ഭഗവാൻ എന്നെ രക്ഷിക്കും, ഭഗവത്ഗീത എന്നെ രക്ഷിക്കും, ശ്രീമദ് ഭാഗവതം എന്നെ രക്ഷിക്കും, എൻ്റെ ആധ്യാത്മിക ഗുരു എന്നെ രക്ഷിക്കും. ഇങ്ങനെയുള്ള ഒരു മനസ്സിന്റെ ആ ദൃഢമായിട്ടുള്ള വിശ്വാസത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഇപ്രകാരം ആരാണോ ശ്രദ്ധയോട് കൂടിയിട്ട് ഏതേത് ദേവന്മാര് ഉപാസിക്കുന്നത് അവരും അതാത് ദേവന്മാരുടെ ലോകത്തിലെത്തും. ക്രമേണ അവരും എൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു. അവിധിപൂർവകമാണ്. അവര് ശരിക്കും അറിയുന്നില്ല എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്നൊന്നും അവരറിയുന്നില്ല. കാരണം ആരും പറഞ്ഞു കൊടുക്കാനില്ല അവർക്ക്, അതുകൊണ്ടാണ്. പക്ഷെ ഒരു ദിവസം അവരത് മനസ്സിലാക്കിയിട്ട് കൃഷ്ണാവബോധം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ ശരണം പ്രാപിക്കും. അങ്ങനെയാണെങ്കിലോ അവരെന്റെ അടുത്തെത്തുകയും ചെയ്യും. അതുകൊണ്ട് അവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തുകയോ അവർ പറയുന്നത് തെറ്റാണെന്നോ അവർ ചെയ്യുന്നത് തെറ്റാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ തന്നെ അവർക്ക് ബുദ്ധി കൊടുക്കും. നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അവര് ആദ്യം പോയിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ നിങ്ങൾ അത് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. അവരെ പതുക്കെ സ്വാധീനിക്കുക. ആ പൂവമ്പഴത്തിൽ സൂചി കുത്തി കയറ്റണമാര് അവരറിയാതെ തന്നെ പതുക്കെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരിക. ഞാനും നിങ്ങളെ സഹായിക്കാം. അല്ലാതെ അവരെ ഒരിക്കലും അടിച്ചമർത്തിക്കൊണ്ടോ അവര് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവര് ചോദിക്കും ഒരു ദിവസം, അന്ന് മാത്രം നിങ്ങൾ വ്യക്തമായിട്ട് അതിന്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുക. ഇനി എന്നെ ഉപാസിക്കാനായിട്ട് കഠിനമായിട്ടൊന്നുമില്ല അർജുന. പത്രം പുഷ്പം ഫലം തോയം യോമാ ഭക്ത്യ പ്രയച്ഛതേ തദഹം ഭക്തി പ്രഹൃതം അസ്നാമി പ്രയതാത്മനഃ. അർജുന, എനിക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. യഥാശക്തി അനുസരിച്ച് ആഹാരമോ അന്നമോ പായസമോ അല്ലെങ്കിൽ ഇലകളോ അല്ലെങ്കിൽ കുറച്ച് പുഷ്പമോ അല്ലെങ്കിൽ ജലമോ എന്ത് തന്നെയായാലും ഞാൻ സ്വീകരിക്കും. പക്ഷെ പ്രധാനം എന്താണ്? ഭക്തിയോട് കൂടിയിട്ട് ആ
ഭാവത്തോട് കൂടിയിട്ട്, പരമപ്രേമത്തോട് കൂടിയിട്ട്, നമ്മുടെ ചെറിയ 1 വയസ്സ് 2 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു കാമുകൻ കാമുകിക്ക് കൊടുക്കണ പോലെ, കാമുകി കാമുകന് കൊടുക്കുന്ന പോലെ, പ്രണയന കല്യാണം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ആ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന പോലെ, അത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഭക്തി ഉപഹൃതം അവര് ഭക്തിയോട് കൂടിയിട്ട് തരുകയാണെങ്കിൽ അസ്നാമി പ്രയതാത്മനഹ, അവരുടെ എല്ലാതും അവർ തരുന്നത് എന്തും ഞാൻ സ്വീകരിക്കും. ഭക്തിയോട് കൂടിയിട്ട് കൊടുത്തിട്ടുള്ള ഇലകള് കഴിച്ചതായിട്ട് പറയുന്നു, ഭക്തിയോട് കൊടുത്തിട്ട് ചാണകം കൊടുത്തതായിട്ട്, ഭക്തിയോട് കൂടിയിട്ട് നമ്മുടെ വിതുരരും ഭാര്യയും ആ പഴത്തിന്റെ ആ തൊലി കൊടുത്ത സമയത്ത് അതും ഭഗവാൻ കഴിച്ചു. അനേകം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഇതിഹാസ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് അർജുന, യക്കരോഷിയദസ്നാസി യജ്ജുഹോഷി ദദാസിയത് യത്തപസ്യസി കൗന്ദേയ മത്കുരുഷമധർപ്പണം. നീ എന്തു ചെയ്യുന്നുവോ, അല്ലെ, നീ എന്ത് ചെയ്തോ, കൈക്കോട്ടെടുത്തിട്ട് കളക്കുകയാണെങ്കിൽ, പച്ചക്കറി നുറുക്കുകയാണെങ്കിൽ, ചപ്പാത്തിക്ക് കുഴക്കുകയാണെങ്കിൽ, വസ്ത്രം അലക്കുകയാണെങ്കിൽ, ഇസ്തിരി ഇടുകയാണെങ്കിൽ, എപ്പോഴും എന്റെ സ്മരണയോട് കൂടിയിട്ട് ചെയ്യുക. നീ എന്ത് കഴിക്കുന്നുവോ, അല്ലെ, ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ഭഗവാനെ നിവേദിച്ചുകൊണ്ട് കഴിക്കുക. അങ്ങനെ സകലതിലും നമ്മുടെ സെന്റർ പോയിന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ആ നടുവില് ആരെ കൊണ്ട് നിർത്തുക? ഭഗവാനെ കൊണ്ട് നിർത്തുക. അങ്ങനെയാണെങ്കിൽ ഇപ്രകാരം എനിക്ക് അർപ്പിച്ചുകൊണ്ട് നീയെ എന്ത് തപസ്സികളോ എന്ത് വ്രതങ്ങളോ എന്ത് കർമ്മങ്ങളോ എല്ലാം ചെയ്താലും ഒരിക്കലും അതിന് കർമ്മഫലം ഉണ്ടാവില്ല. അതെല്ലാം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. കാരണം എനിക്ക് സമർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്, ഈശ്വരാരാധനയായിട്ടാണ് നീ ചെയ്യുന്നത്. അപ്പോ അതിനൊന്നും ഉണ്ടാവില്ല. യഥൈതാംസി സമിതോ അഗ്നിർ ഭസ്മസാത് കുരുതേ തഥാ. 4-ാം അധ്യായത്തിൽ പഠിച്ചു എങ്ങനെയാണ് നമ്മുടെ സർവകർമ്മ ഫലങ്ങളും ഭഗവാന് സമർപ്പിച്ച് ചെയ്യുമ്പോൾ അത് അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ള വിറക കുള്ളികളെ പോലെ അത് കത്തിച്ചാമ്പലാവുന്നു. അത് ഏതു മരത്തിൻ്റെതാണെന്ന് പോലും അറിയാൻ പറ്റില്ല നമുക്ക്, അല്ലെ, ചിരട്ടയാണോ ചകിരിയാണോ അല്ലെ മറ്റുള്ള മരക്കൊള്ളികളാണോ ചന്ദനത്തിന്റെ കഷ്ണങ്ങളാണോ മാവിന്റെ കഷ്ണങ്ങളാണോ പ്ലാവാണോ അരശാണോ എരുക്കാണോ ഒന്നും അറിയാൻ പറ്റില്ല. അതെല്ലാം വെന്തു വെണ്ണീറായിട്ട് തീരുന്നു. അതുപോലെ നീ പുണ്യമോ പാപമോ എന്തു തന്നെ ചെയ്തോട്ടെ, എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം നശിച്ച് നീ നികൃഷ്ട ലോകങ്ങളിലോ ഉത്കൃഷ്ട ലോകങ്ങളിലോ പോകാതെ നേരിട്ടിട്ട് അസദ്യോന്മുക്തിയായിട്ടുള്ള പരമപദത്തെ പ്രാപിക്കുന്നു, വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കുന്നു. ശുഭാശുഭഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനൈഹി സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഇപ്രകാരം ശുഭത്തെയും അശുഭത്തെയും ഉപേക്ഷിച്ചുകൊണ്ട്, ആളുകൾക്ക് സംശയം വരാം, അല്ല അശുഭത്തെ ഉപേക്ഷിക്കണം, ശരി കുഴപ്പമില്ല, എന്തിനാ ശുഭത്തെ ഉപേക്ഷിക്കുന്നത്? ശുഭം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോകാം. പക്ഷെ അവിടെ എത്തി പുണ്യം ക്ഷയിക്കുമ്പോഴോ നമ്മുടെ ശുഭം പോകുമ്പോഴോ വീണ്ടും ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പറയുന്നത്, നീ ആദ്യം അശുഭത്തെ ഉപേക്ഷിക്കൂ, പിന്നെ ശുഭത്തെയും ഉപേക്ഷിക്കൂ, എല്ലാ വാസനകളെയും ഉപേക്ഷിക്കൂ, എല്ലാ കർമ്മഫലാസക്തിയെയും ഉപേക്ഷിച്ചിട്ട് എന്നെ മാത്രം നിരന്തരം പ്രാപിച്ചുകൊണ്ട് സന്യാസത്തോട് കൂടിയിട്ട് വിരക്തിയോട് കൂടിയിട്ട്, അല്ലാതെ കാഷായ വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ കാട്ടിൽ പോകാനോ ആശ്രമത്തിൽ പോയിരിക്കാനല്ല പറയുന്നത്, നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനല്ല പറയുന്നത്. സമൂഹത്തിന്റെ ഏതെങ്കിലും മൂലയിൽ കൂടി ഓടി രക്ഷപ്പെടാമെന്നുള്ളൊരു വിചാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉപേക്ഷിച്ചോളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരെല്ലാം പ്രഭുപാദര പറയുന്നത് മിഥ്യാചാര സൗച്യത, കപടനാട്യക്കാരാണ്, ഒരിക്കലും അവരെ വിശ്വസിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തിൽ തന്നെ ജീവിച്ച് മാതൃകാ പുരുഷനായിട്ട് പരിശുദ്ധ ഭക്തനായിട്ട് ഒരു റോൾ മോഡലായിട്ട് ജീവിച്ചിട്ട് വിരക്തിയോട് കൂടിയിട്ട് കർമ്മങ്ങളെല്ലാം ചെയ്യൂ. ആ ദുരാസക്തിയും ആസക്തിയും അല്ല അസൂയയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നല്ല ഭക്തനായിട്ട് നീ ജീവിക്കുകയാണെങ്കിൽ എന്ത് കർമ്മം ചെയ്താലും നിനക്ക് എന്നെ പ്രാപിക്കാനായിട്ട് സാധിക്കും. കാരണം എനിക്ക് ആരോടും ദേഷ്യമോ വിരോധമോ ഒന്നും തന്നെയില്ല. ഈ രാക്ഷസന്മാരോടോ അസുരന്മാരോടോ നിരീശ്വരവാദികളോടോ നാസ്തികന്മാരോടോ ഒന്നും തന്നെ വിരോധമില്ല. സമോഹം സർവഭൂതേഷു നമേ ദേഷ്യസ്തിന പ്രിയ. എനിക്ക് ആരോടും വിരോധമില്ല അർജുന. എനിക്ക് ഒരാളോട് പ്രത്യേകിച്ച് ഇഷ്ടമില്ല. എല്ലാ ദിവസവും എനിക്ക് വേണ്ടിയിട്ട് ആരതി ചെയ്യുന്നു, ഭഗവത്ഗീത വായിക്കുന്നു, കീർത്തനം ചെയ്യുന്നു, ജയരാധാമാധവ പാടുന്നു, അല്ലെങ്കിൽ അഭിഷേകം ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അവരോട് എനിക്ക് അത്ര വലിയ ഇഷ്ടമോ അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല, പ്രസാദം സ്പോൺസർ ചെയ്യണില്ല, അവര് വന്നു പ്രസാദം കഴിച്ചു പോകുന്നു, എന്നെ നമസ്കരിക്കുന്ന പോലുമില്ല, അവരോട് എനിക്ക് വിരോധമില്ല. കാരണം എന്താണ്? അവരെല്ലാവരും എൻ്റെ മക്കളാണ്. പക്ഷേ ഏ ഭജന്തി തുമാം ഭക്ത്യാ മയിദേതേഷു ചാഭ്യഹം. പക്ഷെ ആരാണ് എന്നെ ഉപാസിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത്, ഞാൻ അവന്റെ സുഹൃത്താണ്, അവൻ എന്റെയും സുഹൃത്താണ്. ഭഗവാന് വ്യത്യാസമൊക്കെ ഉണ്ട്. ഭഗവാൻ അങ്ങനെ ആദ്യം വലിയ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയും, എനിക്ക് ആരോടും വിരോധമില്ല. ഒരു അമ്മ പറയും, അല്ലെ, എന്റെ മക്കളെല്ലാവരും തുല്യരാണ്, എനിക്ക് 4 മക്കൾ ഒരേപോലെയാണ്, 5 മക്കൾ ഒരേപോലെയാണ്. ഒരു ആധ്യാത്മിക ഗുരുവും ചിലപ്പോൾ അങ്ങനെ പറയും. പക്ഷെ നമുക്കറിയാം ഉണ്ട്, വ്യത്യാസമൊക്കെ ഉണ്ട്.
കാരണം നമ്മളെ പ്രകാരമാണ് സ്നേഹം കൊടുക്കുന്നത്, ബഹുമാനം കൊടുക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ തിരിച്ചു കിട്ടുന്നത്. മത്തം കുത്തിയാ കുമ്പളം മുളയ്ക്കോ? ഇല്ല, ആ മത്തം തന്നെയാണ് മുളയ്ക്കുക. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് യഥാവിധി നിങ്ങൾക്കും കർമ്മഫലത്തെ വന്നു ചേരും. ഇനി ദുരാചാരികളുണ്ടല്ലോ ഭഗവാനെ, അവരെന്താ? അഭിജേത സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരവസ്യ മന്ധവ്യ സമ്മക് വ്യവസിതോ ഹി സഹ. ദുരാചാരികളായാലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലും അവർക്ക് പ്രസാദം കഴിക്കാനോ എന്നെ നമസ്കരിക്കാനോ അല്ലെങ്കിൽ എന്റെ പരിശുദ്ധ ഭക്തന്മാർക്കുമായിട്ട് സമ്പർക്കം ഉണ്ടാവാനോ സാധിച്ചു കഴിഞ്ഞാൽ അവരും ക്രമേണ ഉയർന്ന് അവരും പരിശുദ്ധ ഭക്തന്മാരായിട്ട് തീരും. അനേകം കഥകൾ നിങ്ങൾ അറിയാം. എപ്പോഴാ? പെട്ടെന്ന് തന്നെ, അതിനധികം താമസമൊന്നുമില്ല. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വത്വാദിം നിഗച്ഛതി. അതുകൊണ്ട് എന്റെ പേര് അവരൊരു പ്രാവശ്യം ജപിച്ചാൽ മതി, ഭഗവത്ഗീത ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, ശ്രീമദ് ഭാഗവതം ഒന്ന് കേട്ടാൽ മതി, അല്ലെ, മഹാപ്രസാദം ഒരു 2 ആഴ്ച അവർ തുടർച്ചയായിട്ട് കഴിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അവരുടെ ആ ദുരാചാര വൃത്തികളെല്ലാം പോയിട്ട് അവരും സദാചാരികളായിട്ട് തീരും, അവരും ധർമാത്മാക്കളായിട്ട് തീരും. അതിനധികം സമയമൊന്നും വേണ്ട അർജുന. ഒരാഴ്ചയോ 1 മാസമോ 1 വർഷമോ മതി, അതിനേക്കാളും കൂടുതലൊന്നും വേണ്ട. മാത്രമല്ല കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതേ. വളരെ വലിയൊരു സത്യത്തോട് കൂടിയിട്ട് അർജുന, നീ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയൂ. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിട്ട്, വൃക്ഷത്തിന്റെ മുകളിൽ കയറിയിട്ട് ലോകം മുഴുവൻ കേൾക്കാവുന്ന രീതിയിൽ ഉറക്കെ വിളിച്ചു പറയൂ, ഭഗവാന്റെ ഭക്തന്മാർ ഒരിക്കലും നശിക്കുന്നില്ല. അതാണ്, അവർക്ക് ദുഃഖം വരുന്നില്ല. ദുഃഖം വരുന്നുണ്ടല്ലോ പ്രഭു, വന്നോട്ടെ. സാധാരണക്കാരൻ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവര് കരഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾക്ക് അതിനെ അധിവർത്തിക്കാനുള്ള കഴിവ് തന്നിരിക്കുന്നു. നിങ്ങൾക്കറിയാം നാളെ സുഖം വരുന്നു, പക്ഷെ അവർക്ക് മറ്റുള്ള മൂഢന്മാർക്ക് അതറിയില്ല. ഇതെന്റെ കർമ്മഫലമാണ്, ഇത് ഞാൻ അനുഭവിക്കേണ്ടതാണ്, ഇത്രയേ കിട്ടിയുള്ളൂ എനിക്ക്, ഭാഗ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഇതിനേക്കാൾ എന്തോ വലിയ ഒരു ദുരന്തം വരാനിരുന്നതാണ്, അത്രയും വലിയ കർമ്മങ്ങളാണ് ഞാൻ ചെയ്തത് എന്നുള്ള ചിന്തയില് നിങ്ങൾ ആ ദുഃഖത്തെ പതുക്കെ മാറ്റി തിദിക്ഷസ്വ ഭാരത, അതിനെ സഹിക്കാനുള്ള ഒരു കഴിവ് തരും. അതാണ്, മറ്റുള്ളവർക്ക് അത് ഉണ്ടാവില്ല. അല്ലാതെ ദുഃഖം അവർക്കുണ്ടാവും, നിങ്ങൾക്കുണ്ടാവും. കാരണം ഭൗതിക പ്രകൃതിയുടെ നിയമമാണ്, അതുണ്ടായേ തീരൂ. പക്ഷെ നിങ്ങൾക്ക് അതിനെ സഹിക്കാൻ പറ്റും, നിങ്ങൾക്ക് അതിനെ അതിക്രമിക്കുവാനായിട്ട് സാധിക്കും. സാധാരണ ജനങ്ങൾക്ക് അത് കഴിയില്ല. ഇപ്രകാരം പറഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, ഇങ്ങനെ ദുരാചാരികളായിട്ടുള്ള ആളുകൾക്കും എന്നെ പ്രാപിക്കാനായിട്ട് കഴിയുമെങ്കിൽ കിം പുനർബ്രഹ്മണ പുണ്യ ഭക്ത്യാരാജർഷയസ്തദഃ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കിം പുനർബ്രാഹ്മണ പുണ്യ, സാധാരണ ഒരു ദുരാചാരികൾക്ക് എൻ്റെ അടുത്ത് എത്താമെങ്കിൽ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള എന്നെ സദാസമയം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, സകല കർമ്മങ്ങളിലും എന്നെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന, എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തന്മാരുടെ കഥകൾ പറയാനുണ്ടോ? ആ ബ്രഹ്മർഷികളും രാജർഷികളും ദേവർഷികളും എല്ലാം ഇപ്രകാരം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നിന്റെ ആചാര്യൻ, നിന്റെ ആ തലമുറക്കാരും വന്നിട്ടുണ്ട്. നീ രാജർഷി കുടുംബത്തിലല്ലേ? പാണ്ഡു മഹാരാജാവും ഹസ്തി മഹാരാജാവും കുരു മഹാരാജാവിന്റെയും എല്ലാം കുടുംബത്തിലല്ല നീ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള അബ്രഹ്മർഷിമാർക്കും മാത്രമല്ല രാജർഷിമാർക്കും രാജ്യം ഭരിച്ചുകൊണ്ട് നല്ലപോലെ കർമ്മഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്തുകൊണ്ട് അവരുടെ ആ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എൻ്റെ അടുത്തെത്താം എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ 34 ശ്ലോകങ്ങളോടൊത്ത ഈ ഭഗവത്ഗീത ഉപസംഹരിക്കുന്നു. ഭഗവാൻ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഉപസംഹരിക്കുന്നതെന്ന് എല്ലാവരും നല്ലപോലെ ഓർക്കണം. 2 പ്രാവശ്യം ഭഗവത്ഗീതയിൽ ആവർത്തിച്ചിട്ടുള്ള ശ്ലോകമാണ്. മന്മനാ ഭവ മദ്ഭക്തോ മധ്യാജേ മാം നമസ്കുരു മാമേ വൈശ്യസ്യ യുക്തൈവം ആത്മാനം മത്പരായണഃ. എപ്പോഴും എന്നെ മനസ്സിൽ ഉറപ്പിച്ചു നിർത്തുക, എന്റെ ഭക്തനാവുക, എന്റെ ഭക്തയാകുക, അതുപോലെ തന്നെ എന്നെ നമസ്കരിക്കുക, എനിക്ക് വേണ്ടി പൂജകളും കീർത്തനങ്ങളും സ്വാധ്യായങ്ങളും ചെയ്യുക. ഇങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ മരണസമയത്ത് ഞാൻ തന്നെ വന്ന് നിന്നെ കൊണ്ടുപോകും, തീർച്ചയായും നീ എന്നെ തന്നെ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഈ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. ഓം തത്സത് ഇതി ശ്രീ മഹാഭാരതേ ശതസാഹിസ്രം സംഹിതായാം വൈയാംസിക്യാം ഭീഷ്മപർവണേ ശ്രീമദ് ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ രാജവിദ്യ രാജഗുഹ്യ യോഗോ നാമ 9-ാധ്യായഃ. ഓം ശാന്തി ശാന്തി ശാന്തി.